ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും അറിയാം നാളെ ഏപ്രിൽ 4 നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രശസ്തവും പ്രസിദ്ധവുമായ പൂരമായ ആര്യങ്കാവ് പൂരം നാളെയാണ്. ഏകദേശം 96 ദേശങ്ങളുള്ള പൂരമാണ്. അപ്പോൾ ഒരു ഗംഭീര പൂരം തന്നെയാണ്. അപ്പോൾ ഇന്ന് രാത്രി കുതിരക്കളി കാണലെല്ലാം ഉണ്ട്. നാളെയാണ് മുണ്ടായ കുടിച്ച് കുതിര ഉച്ചയ്ക്ക് ഇവിടെ വരുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ തലേദിവസ കാഴ്ചകൾ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ്. അപ്പോൾ ഇപ്പം തന്നെ ഏകദേശം ഉച്ച സമയമാണ്. ഇപ്പം തന്നെ തിരക്കും കാര്യങ്ങളും കടകളെല്ലാം ആയി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കാഴ്ചകളിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് രാത്രി കുതിരക്കളി നടക്കുന്നവരെ എല്ലാവർക്കും അറിയാം. അത് എൻ്റെ കാണുന്ന ഈ 2 വശത്താണ് കുതിരകളെ വെക്കുന്നത്. അതേപോലെ തന്നെ നാളെ കുതിരകളെ വെക്കുന്ന സ്ഥലം ഇവിടെയല്ല, പുറത്താണ്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. വരും. അപ്പോൾ നാളെ പൂര സമയത്ത് കുതിര വെക്കുന്നത് ഈ 2 വശത്താണ്. ആ കാണുന്ന ആ സ്ഥലത്തും അതേപോലെ തന്നെ 2 വശത്താണ് വെക്കുന്നത്. അപ്പോൾ ഇന്ന് നടക്കുന്നത് താഴെയും അമ്പലത്തിൻ്റെ പരിസരത്തും, അതേപോലെ നാളെ നടക്കുന്നത് നമ്മൾ ഈ മുകളിലത്തെ ഗ്രൗണ്ടിലാണ്. ഏകദേശം ഈ 2 വശത്താണ് കുതിരകളെ വെക്കുന്നത് നാളെ. ഒരു കാലത്ത് ഭയങ്കര ഏറ്റവും വലിയ പൂരമായിരുന്നു. കാരണം ഏകദേശം 96 ദേശങ്ങളിൽ നിന്നായിരുന്നു കുതിരകളും തറയും പൂരമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് ചുരുങ്ങി 14 കുതിര കാരണമൊക്കെ ചുരുങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ 21 ദിവസത്തെ കൂത്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. ഇന്ന് കുതിര കളിയോടെ അത് സമാപിക്കും. പിന്നെ നമ്മുടെ അമ്പലത്തിൽ കുറച്ച് നവീകരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അതിലൊന്നുള്ളത് അകത്തുള്ള സ്റ്റേജ് നമ്മളെ പുറത്തേക്ക് പുതിയ സ്റ്റേജും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം കുറേ നമ്മൾ മിമിക്സ് ഷോ കുറേ പരിപാടിയൊക്കെ അവിടെ നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ തിടപ്പള്ളിയും പുതുക്കി പണിതിട്ടുണ്ട്. പഴയ തിടപ്പള്ളി പൊളിച്ച് പണിത് പുതിയ തിടപ്പള്ളി ശരിയാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്നതാണ് പുതിയ തിടപ്പള്ളി. ഇവിടെയാണ് കൂത്ത് നടക്കുന്നത്. 21 ദിവസത്തെ കൂത്താണ് നടക്കുന്നത്. നാളെ പുലർച്ചയോടെ കൂത്ത് സമാപിക്കും. അതുപോലെ തന്നെ തോൽപ്പാവ് കൂത്തിന് ഏറ്റവും പ്രസിദ്ധമാണ് ആര്യങ്കാവ്. അപ്പോൾ ഇവിടെയാണ് നമ്മളെ മുണ്ടായക്കുടിച്ച് കുതിരയെ ഇവിടെ കൊടുത്തു വയ്ക്കുക. അപ്പോൾ മുണ്ടായക്കുടിച്ച് ഇവിടെ വന്ന ശേഷമാണ് പൂരം ആരംഭിക്കുള്ളൂ. അതുപോലെ തന്നെ ബാക്കിയെല്ലാം കുതിരകളിലെയും കളി കഴിഞ്ഞ ശേഷം മാത്രമാണ് മുണ്ടായക്കുടിച്ച് അകത്തേക്ക് കയറ്റുള്ളൂ. അതിനുശേഷം ശരിക്കും പൂരം അവസാനിച്ചു. അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്. വെള്ളാരത്താരം വിണ്ണിൽ തേവാരം നോൽക്കുന്നേ, നാത്തുമ്പിൽ മന്ത്രം മന്ദം ചൊല്ലിപ്പൂക്കുന്നീണത്തിൽ മഞ്ഞിടും ഓർമ്മയ്ക്കുള്ളിൽ മങ്ങാതെ വേദങ്ങൾ ഓരോന്നായി എണ്ണിക്കൊണ്ടേരൻ മാറ്റി ശീലങ്ങൾ. കണ്ണാലെ കാണാതെ ഉള്ളാലെ കണ്ടിടും വിശ്വാസക്കാവൽ തേടാതെ നാരായ തുഞ്ചത്തെ